volar mientras mi gente espera. Guys, നിങ്ങൾക്ക് ഐപോഡ് വേണം അല്ലെങ്കിൽ ഒരു ഗോപ്രോ ആയാലോ അതും അല്ലെങ്കിൽ ഒരു A7 ഫോൺ എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ പറയണേക്ക് വേറെ ഒന്നല്ല നമ്മുടെ ഒരു ചങ്ക് ബ്രോ ഉണ്ട് ഒരു നാറിയ കൂട്ടുകാരാണ് നമ്മുടെ ചങ്കാണ് കേട്ടോ അവൻ ദുബായിലൊക്കെയാണ് വർക്ക് ചെയ്യണം നമ്മളെ പോലെ അല്ല പാടാ ടീമാണ് ചെറുക്കൻ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അപ്പോൾ ആ ചാനലിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവൻ 1 മിനിറ്റുള്ള വീഡിയോസൊക്കെയാണ് ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 1 മിനിറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ അവൻ മോട്ടോ വ്ളോഗിങ് ചെയ്യും മൂവിയുടെ റിവ്യൂ ചെയ്യും അതെല്ലാം ഓരോ സ്ഥലത്തൊക്കെ പോയി അതെല്ലാം അതിൻ്റെ എല്ലാ സീനറിയും കാര്യങ്ങളും എല്ലാം അവർ 1 മിനിറ്റ് കൊണ്ട് ഷോർട്ട് വീഡിയോസ് ആയിട്ടിരുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ചാനലാണ് അപ്പോൾ 28-ാം തീയതിയാണ് അവൻ്റെ ആദ്യത്തെ ഒരു മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ള വീഡിയോ വരുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമല്ല 28-ാം തീയതിക്ക് മുമ്പായിട്ട് ദാറ്റ് ഈസ് മാർച്ച് 28-ന് മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഗിവ് അവേ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് ദാറ്റ് ഈസ് ഐപാഡ് ഗോപ്രോ ദെൻ A7 ഫോൺ അപ്പോൾ ഇത്രയുള്ള സിമ്പിളാണ് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നൈസായിട്ട് അത് കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഗിവ് അവയുടെ വീഡിയോയുടെ ലിങ്കും എൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഓൾസോ ദിസ് വീഡിയോ ഈസ് സ്പോൺസർഡ് ബൈ നമ്മുടെ ചെറുക്കൻ അഖിൽ ഓക്കെ അപ്പോൾ എല്ലാവരും ചെയ്തു പെട്ടെന്ന് തന്നെ ആവട്ടെ എനിക്കും സമയമില്ല നമുക്ക് വേറെ സ്ഥലത്തോട്ട് പോയാൽ ഓക്കെ ഗായ്സ് നമ്മളിതൊരു ടെക് വീഡിയോ ആയിട്ടൊന്നും അല്ല കേട്ടോ വന്നിരിക്കണം മറിച്ച് നമ്മളൊരു വ്ലോഗാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ മൊത്തം വ്ലോഗ് ചെയ്തേക്കുക അടിച്ചു മറിക്കും കുറേ നാളെ വ്ലോഗ് ചെയ്തിട്ട് അപ്പോൾ ആക്ച്വലി എന്താണ് കാര്യം എന്ന് വെച്ചാൽ കുറേ ആൾക്കാർ ദാറ്റ് ഈസ് 90% ആൾക്കാർ എന്നോട് ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ ഇതാണ് വേറെ ഒന്നല്ല ബ്രോക്ക് ഈ പുതിയ ഫോണൊക്കെ എവിടുന്നാണ് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ റിവ്യൂ ആണ് അത് കഴിഞ്ഞിട്ട് ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ സ്വന്തമായിട്ട് എടുക്കാവോ ബ്രോക്ക് ഇപ്പോൾ എത്ര ഫോണുണ്ട് അത് തിരിച്ച് കൊടുക്കണോ എന്നൊക്കെയാണ് എന്നോട് എല്ലാവരും ചോദിക്കണത് സോ അതിൻ്റെ ആൻസറാണ് ഇന്നത്തെ വീഡിയോ കാര്യം എന്തായാലും നമുക്കൊന്ന് കുളിച്ചിട്ട് വരാം എണ്ണയൊക്കെ ഇട്ട് കുളിക്കണം എന്നിട്ട് നമുക്ക് നേരെ എങ്ങോട്ടാണ് പോണത് റിവീൽ ചെയ്യാം ഓക്കെ മതി ഇനി ഞാൻ കുളിച്ചിട്ട് വരാം നിങ്ങളിവിടെ നിന്നാൽ മതി സോ ഗൈസ് ഹൗ ഡു ഐ ലുക്ക് എങ്ങനെയായിട്ട് സംഭവം പുതിയ ടീഷർട്ടാണ് പുതിയ ഷർട്ടാണ് പുതിയ പാൻറ്റും കൂടെയാണ് കേട്ടോ സോ ഗൈസ് നമ്മൾ എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചാൽ നമ്മൾ ചേർത്തല സെല്ലുലാർ വേൾഡിലായിട്ടാണ് പോകുന്നത് ആക്ച്വലി അവരാണ് എനിക്ക് ഉള്ള പ്രോഡക്റ്റ്സ് എല്ലാം തരുന്നത് അപ്പോൾ നിങ്ങളെ കറക്റ്റായിട്ട് ഷോപ്പ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം പിന്നെ വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ ഇന്ന് സാംസങ് ഗാലക്സി S10 പ്ലസിൻ്റെ ഒഫീഷ്യൽ ലോഞ്ചാണ് അത് ലോഞ്ച് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞ ഒരു സെലിബ്രിറ്റിയാണ് ദാറ്റ് ഈസ് ഹണി റോസ് അപ്പോൾ നമ്മൾ ചെറുക്കനായിട്ടാണ് പോകാൻ പോണ ബംബിൾ ബീ നമ്മളങ്ങനെ സെല്ലാർ വേൾഡിൻ്റെ വാതിലേക്ക് വേണ്ടത് ഇതാണ് ഞാൻ പറഞ്ഞ ഷോപ്പ് ഇവിടെ നിന്നാണ് കേട്ടോ നമുക്കുള്ള ഫോണൊക്കെ റിവ്യൂ ആയിരുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും ഷോപ്പിൻ്റെ അകത്ത് കയറി നോക്കാം കമോൺ ഗൈസ് നമുക്ക് അകത്തോട്ട് കയറാം എല്ലാത്തിനും ഇന്ന് വ്ളോഗിൽ പിടിച്ചിട്ടേക്കുക കമോൺ ബോയ്സ് ഗൈസ് ഇവന്മാരാണ് എക്സീസ് ആണ് ഇവന്മാരാണ് എനിക്ക് ഫോണൊക്കെ എപ്പോഴും തരുന്നത് എന്തെങ്കിലുമൊക്കെ നോക്കി പിന്നെ ഇന്ന് എല്ലാത്തിനും പിടിച്ച് അടാറായിട്ട് വ്ളോഗ് ചെയ്യുക നോക്ക് ഗൈസ് ഇത് മറ്റൊരു ചങ്ക് ബ്രോ ആണ് ഗൈസ് അടുത്ത കുറെ ചങ്ക് കൂട്ടുകാരൻ വരും നോക്കൂ ഗൈസ് ഇവന്മാരെല്ലാം കൂടെയാണ് കേട്ടോ എനിക്ക് ഓരോ പുതിയ ഫോൺസ് ഒക്കെ തരുന്നത് അത് തന്നെ ചങ്ക 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 ഇപ്പോൾ നമ്മൾ സെല്ലാർ വേൾഡിൻ്റെ നേരെ പുറത്ത് വന്നിരിക്കുകയാണ് പക്ഷേ ഇത്ര നേരമായിട്ട് ഹണി റോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചേച്ചി വന്നിട്ടില്ല കേട്ടോ നമ്മൾ ഹണി റോസിനെ കാത്തിരിക്കുകയാണ് പുറയിലാണെങ്കിൽ ഒരു സ്റ്റേജ് ഉണ്ട് അവിടെ എന്തോ കുറേ ബാൻഡ് കുട്ടികളൊക്കെ നടക്കുക അപ്പോൾ ഞാനിവിടെ കട്ട പോസ്റ്റാണ് കുറേ ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ മൊത്തം ആൾക്കാരാണ് പിന്നെ ഇത് അവിടെയുണ്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം അത്രയും ക്രൗഡ് ആയിട്ടില്ല ഇതിലൂടെ കഴിയുമ്പോൾ മിക്കവാറും നിറയെ ആൾക്കാരായിരിക്കും എന്നാലും സണ്ണിലി കണ്ടത്ര പറ്റില്ല തോന്നിയിട്ട് പൊളിയായിരിക്കും ഞാനും കട്ട വെയിറ്റിംഗാണ് പറ്റുവാണെങ്കിൽ നമുക്ക് ഹണി റോസായിട്ട് ചെറിയൊരു എന്തെങ്കിലും ഒരു ചിറ്റായിട്ട് നടത്തായിരുന്നു കിട്ടുവാണെങ്കിൽ നമുക്ക് ചെയ്താക്കാം ഗായ്സ് നമുക്ക് വീട്ടിൽ ഒരു സബ്സ്ക്രൈബർ ഇവിടെ ഒരു സബ്സ്ക്രൈബറിനെ കിട്ടിയിരിക്കുകയാണ് എന്താണ് ഉത്തരവിൻ്റെ പേര് സനാഫ് ഗായ്സ് നമുക്കൊരു സോളോ ഡ്രമ്മറിനെ കിട്ടിയിരിക്കുകയാണ് കേട്ടോ എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം പടാ ബ്രോ ഞാൻ വ്ളോഗറാണ് അപ്പോൾ നിങ്ങൾ സോളോ ഡ്രമ്മർ ആയിരുന്നോണ്ട് ഞാൻ ചുമ്മാ ഷൂട്ട് ചെയ്യുക എന്തെങ്കിലും ഒരു ബീറ്റ് കാണിക്കുമോ ജസ്റ്റ് Come on, man. സോളോ ഡ്രമ്മറാണ് സോളോ ഡ്രമ്മർ
അളിയാ നൈസ് ഗൈസ്. നമുക്ക് വീണ്ടും ഒരു സബ്സ്ക്രൈബറെ കിട്ടിയിരിക്കുകയാണ്. മുത്തേ പറയണ പേര് പറയണ. അമ്പാടി. എടാ നീ എന്റെ സബ്സ്ക്രൈബർ ആണോ? സത്യം പറയണ. ആണ് ഗൈസ്. രണ്ടുപേരും ഹണിറോസ് കാണാൻ വന്നേക്കണ അല്ലേ? ഹണിറോസ് ഗൈസ്. ഹണിറോസ് വരും കേട്ടാ. ഞാനും എല്ലാരെയും പോലെ എക്സൈറ്റഡ് ആണ് ഗൈസ്. നമുക്ക് ഒരു കൂട്ടം ബോഡി ബിൽഡേഴ്സ് അഥവാ ബൗൺസേഴ്സിനെ കിട്ടിയിരിക്കുകയാണ്. ബ്രോ എന്താണ് പേര്? ഷിബു. മസിൽ കാണിച്ചിട്ട് ഷിബു ചേട്ടൻ പറയത്തുള്ളൂ. നെക്സ്റ്റ് മിസ്റ്റർ ഷാൻ. പൊളി ബ്രോ. ജോമോൻ. ഗൈസ് എല്ലാവരെയും നോക്കി വെച്ചോ. നല്ല മുട്ട മസിലാണ്. ജോ ഇപ്പോ അടുത്തത് ഷാറുഖ് ഖാൻ. നിങ്ങൾ ഏറ്റവും ടോപ്പ് സെലിബ്രിറ്റിനെ എന്തുവാ കവർ ചെയ്തിരിക്കുന്നത്? നമ്മള് ഫുൾ ആർട്ടിസ്റ്റുകളെ സൽമാൻ ഖാൻ. സൽമാൻ ഋതിക്കിനെയൊക്കെ സേഫ് ആക്കി കൊണ്ടുപോയ ആൾക്കാരാണ്. ഞാനും ഫ്യൂച്ചറിൽ ഒരു സെലിബ്രിറ്റി തന്നെ ആയോ വരുമല്ലോ. മോഹൻലാൽ, മമ്മൂക്ക, അതിനുള്ള എല്ലാ കഴിവുകളും എനിക്കുണ്ട്. താങ്ക് യു. മുരളിയുടെ മകൻ തള്ളുവാണോ? സീരിയസ് ഇപ്പൊ പുതിയ മമ്മൂട്ടി ഫിലിം മധുരാജില് നോക്കിയോ ഒരു സിനിമാടനാണ്. എന്തോ മധുരാജയുടെ വില്ലനാണ് കേട്ടോ. ഗൈസ് ഹണി റോസ്റ്റ് എന്തായാലും കട്ട പോസ്റ്റ് ചെയ്തിരിക്കുക. അതുകൊണ്ട് നമ്മളെന്തായാലും എനിക്കാണെങ്കിൽ അവിടെ നടന്നിട്ട് അയച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾ എന്തായാലും അടുത്തുള്ള ഒരു ബേക്കറി കയറി 2 ലൈം ജ്യൂസ് അടിക്കാൻ വന്നതാ. ഇത് മൈ ചങ്കുപടി. ഗൈസ് നമുക്ക് വീണ്ടും 2 സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയിരിക്കുകയാണ്. എടാ പേര് പറ. എന്റെ പേര് സബിൻ. കാർത്തികൻ. ഇവിടെ രണ്ടും കട്ട എനർജിയാണല്ലോ വെച്ചത്. നീ ജിമ്മിൽ പോകണമെന്നുണ്ട്. മസിലൊക്കെ ചാടിച്ച്. എടാ നീ റോസിനെ കാണാമെന്നല്ലേ? ഹണി റോസിനെ കാണാമെന്നല്ല. നിങ്ങൾ രണ്ടുപേരുള്ള അതാ കൂട്ടുകാരൊക്കെ. എടാ എല്ലാരും പേരൊക്കെ പറ. നിങ്ങൾ സബ്സ്ക്രൈബർ അല്ല ഗൈസ്. എന്തായാലും ഇവന്മാർ രണ്ടുപേരുടെ സബ്സ്ക്രൈബേഴ്സ് ആണ് ഇവിടെ. പിന്നെ എടാ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ എനിക്ക് ഓടി വേണ എന്തുവാണ്. ഗൈസ് നമുക്ക് ഇപ്പൊ കുറച്ച് കൂട്ടം പെമ്പിളാരെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ എവിടെ പഠിക്കും? നീ ഇങ്ങോട്ട് അവർ നോക്കട്ടെ. മൈൻഡ് ഇല്ലാത്ത നീ ഇങ്ങോട്ട് നോക്കും. മൈൻഡ് ഇല്ലാത്ത പെമ്പിളാരൊക്കെ നോക്കാം. നിങ്ങൾ ഹണിറോസിനെ കാണാൻ വന്നേ. ഹണിറോസ് വരുമെന്ന് പറഞ്ഞാണ് ഞാനും ഇരിക്കുന്നത്. ഞാൻ ഹണിറോസ് വരുമായിരിക്കും. നാളത്തേക്ക് പോവാണ് ഗൈസ്. കൂട്ടത്തിൽ ഈ ഒരു കൊച്ചിന് മാത്രം മൈൻഡ് ഉണ്ട്. ബാക്കിയെല്ലാം ഓടിക്കണം. ബാക്കി ഒന്നേ നോക്കണ്ട. ഗൈസ് നമുക്ക് വീണ്ടും ഒരു സബ്സ്ക്രൈബറിനെ കിട്ടിയിരിക്കുകയാണ്. ബ്രോ എന്താണ് പേര്? ഗൈസ് നമുക്ക് വീട്ടിൽ 2 കൊച്ചു സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയിട്ടുണ്ട്. എടാ മുത്ത നിന്റെ പേരെന്തുവാ? ആദിസൂര്യ. ഗൈസ് ഹണി റോസ് ഇത്ര നേരമായിട്ട് വന്നിട്ടൊന്നുമില്ല. പക്ഷെ സ്റ്റേജ് ചെയ്താണ്ട് പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമസ്കാരം. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. അറിയാവുന്നവർ ഇങ്ങോട്ട് വന്നാൽ മതി. അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ട് പറയാം. എനിക്കൊന്നും കുഴപ്പമൊന്നുമില്ല. ചോദ്യം ഇതാണ്. കഴുകും തോറും ചീത്തയാകുന്നത് എന്താണ്? കഴുകും തോറും ചീത്തയാകുന്നത് എന്താണ്? ഹായ് നമസ്കാരം. കഴുകും തോറും ചീത്തയാകുന്നത് എന്താണ്? കഴുകാറേ ഇല്ല. നല്ല കൈയടി കൊടുക്കണം. കഴുകും തോറും ചീത്തയാകുന്നത് സോപ്പ് എന്നാണ് പറഞ്ഞത്. ഒരു നല്ല കൈയടി കൊടുത്തേ. തെറ്റായ ആൻസർ ആണ്. കൺഗ്രാജുലേഷൻ. ചെരുപ്പ് അല്ലെ? ശക്തിയായിട്ട് തേച്ചു കഴിക്കുകയാണ്. കഴുകും തോറും ചീത്തയാകുന്നത് ചെരുപ്പ് അല്ലേ? നല്ല കൺഗ്രാജുലേഷൻ. തെറ്റായ ആൻസർ ആണ്. മിടുക്കൻ. കഴുകും തോറും ചീത്തയാകുന്നത് എന്താണ്? വസ്ത്രം കഴുകുമ്പോൾ ചീത്തയാവും. പക്ഷെ നന്നായിട്ട് വെളുത്തിരിക്കുന്നു ആണല്ലേ? കഴുകും തോറും ചീത്തയാകുന്നത് വസ്ത്രമാണ്. അത് സോപ്പിന്റെ കുഴപ്പമാണ്. നല്ല സോപ്പ് ഉപയോഗിച്ച് കഴിയാൻ മതി. അതല്ല അന്നേരം സന്തോഷം. കഴുകും തോറും ചീത്തയാകുന്നത് എന്താണ്? അറിയാവുന്ന ഒരു ആൻസർ പറയാം. കഴുകും തോറും ചീത്തയാകുന്നത് വെള്ളം. കഴുകുമ്പോൾ ബാക്കി നമ്മൾ കഴുകുന്നതെല്ലാം വൃത്തിയാകും. ചെരുപ്പൊക്കെ വൃത്തിയാകും, തുണി വൃത്തിയാകും. പക്ഷേ വെള്ളം ചീത്തയാകും. അതുകൊണ്ട് സാറിന് എൻ്റെ ഒരു ചെറിയ സന്തോഷം. ഓക്കെ.
എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതാ നമുക്കേറെ പ്രിയങ്കരിയായി മാറിയ തെന്നിന്ത്യയുടെ അഭിമാന താരം മലയാളത്തിലെ ഒരുപിടി നല്ല സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിലൂടെ നമുക്ക് സംഭവിക്കാൻ പോകുന്നത് സെല്ലുലാർ വേൾഡ് എന്ന് പറയുന്ന ചേർത്തലയുടെ അഭിമാനമായ ഈ സ്ഥാപനത്തിന് ഒരു സ്വർണ്ണ കുതിപ്പ് അല്ലെങ്കിൽ ഒരു സ്വർണ്ണ പവൻ എന്ന് പറയാം. ആ പവൻ എന്താന്ന് വെച്ചാൽ സാംസങ്ങിന്റെ ഫ്ലാഗ്ഷിപ്പ് വേർഷൻ ആയിട്ടുള്ള S10 Plus ഇന്ത്യയിൽ ചേർത്തലയിൽ ലോഞ്ച് ചെയ്യാൻ പോവാണ്. നമുക്ക് ഈ ലോഞ്ചിങ് സെറമണിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ സ്വന്തം ഹണി റോസ്. Green like gold, that's all I know. And when I roll, I'm in control. Don't matter what they say, no I don't care. Ain't gonna walk away. ആദ്യമായിട്ടാണ് നമ്മുടെ ഹണി റോസ് ചേർത്തലയിൽ എത്തുന്നത്. അതുകൊണ്ട് ഹൃദയപൂർവ്വം ആദരപൂർവ്വം നമുക്ക് സ്വീകരിക്കുന്നതിന് വേണ്ടി സെബിന ഉണ്ണികൃഷ്ണനെ മാനേജിംഗ് പാർട്ണർ സെല്ലുലാർ വേൾഡിന്റെ മാനേജിംഗ് പാർട്ണറെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് നമ്മുടെ രീതിയിൽ ഒരു പൊന്നാട് അണിയിച്ചുകൊണ്ട് നമുക്ക് സ്വാഗതം ചെയ്യാം. ഒരു നല്ല വീഡിയോ കൊടുക്കാം. താങ്ക് യു. അപ്പോൾ നമുക്ക് ഹായ് ഫ്രണ്ട്സ്, സുഖാണോ? എന്തുണ്ട് വിശേഷങ്ങള്? ആണല്ലേ? ഓ, നടക്കട്ടെ, നല്ലപോലെ തന്നെ പോട്ടെ. എന്തായാലും എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് പറഞ്ഞ പോലെ ആദ്യമായിട്ടാണ് ചേർത്തല വരുന്ന ഒരു ഫംഗ്ഷന് വരുന്നത്. സെല്ലുലാർ വേൾഡിന്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷം നൽകുന്നത്. 16 വർഷമായിട്ട് ചേർത്തലക്കാരോടൊപ്പം നിൽക്കുന്ന സെല്ലുലാർ വേൾഡിന്റെ ഒരു പുതിയൊരു കാൽവയ്പ് തന്നെയാണ് ഇപ്പം ഇവിടെ കഴിഞ്ഞ ലോഞ്ച്. സാംസങ് ഗാലക്സി S10 ആണ്. അപ്പം ഇതിവിടെ അവൈലബിൾ അല്ല ഇത് കഴിഞ്ഞിട്ട്. അപ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആണ്, എന്നാലും നമുക്ക് നോക്കാം അല്ലേ. പക്ഷെ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് 2 പേർക്ക്. അത് തകർത്തു. എനിക്ക് കിട്ടുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആരാണ് ആ ഭാഗ്യശാലികൾ എന്ന് അറിയാൻ എനിക്കും വലിയ ആഗ്രഹമുണ്ട്. അപ്പം എല്ലാവിധ ആശംസകളും എല്ലാവർക്കും നേരുന്നു. താങ്ക് യു സോ മച്ച്. സെല്ലുലാർ വേൾഡിലേക്ക് സന്ദർശിക്കുന്നതിന് വേണ്ടി ഹണി റോസ് നീങ്ങുകയാണ്. നമ്മുടെ പരിപാടിയൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഇന്ന് ഫോൺ തരത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ അടുത്ത ദിവസം എനിക്ക് കിട്ടും. അപ്പൊ നമുക്ക് അൺബോക്സ് ചെയ്തേക്കാം. കംപ്ലീറ്റ്ലി ഒരു ഡീറ്റെയിൽ റിവ്യൂ നടത്തിയേക്കാം. പിന്നെ ഇപ്പോഴും അവിടെ പാട്ടൊക്കെ കേട്ടിട്ടിരിക്കുക ആൾക്കാരൊക്കെ ഇപ്പോഴും ഉണ്ട്. നമുക്ക് വീണ്ടും 2 സബ്സ്ക്രൈബേഴ്സ്. എന്താണ് ഒറ്റയൊന്നും വേണ്ടിയില്ല. സജിത് ഇവിടെ ഉള്ളതാണ് അക്കരെ കണ്ട. ആ ഓക്കെ ഗൈസ്, നമ്മൾ ടോട്ടലി ഫക്ടപ്പ് ആയിരിക്കുകയാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, ഞാനോർത്ത് അവിടെ ചെന്ന് കഴിയുമ്പോൾ പ്രത്യേകം കുറച്ച് നേരം ഹണി റോസുമായിട്ട് കിട്ടും. എന്നിട്ട് നമുക്ക് ഇതുപോലെ വീഡിയോ എടുക്കാം, എന്നിട്ട് ഫോട്ടോ എടുക്കാം, വെല്ലേക്ക് അടിച്ച് ഒട്ടിക്കാന്നൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോൾ എൻ്റെ ആളി ആൾക്കാരെ കൊണ്ട് ഒരു രക്ഷയില്ല. ആ സെല്ലുലാറിലെ ഓർഡർ ഉണ്ടല്ലോ, ഉണ്ണിച്ചേട്ടൻ പറഞ്ഞായിരുന്നു നമുക്ക് വീഡിയോ എടുക്കാം, സെറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിയൊക്കെ അവരുടെ കൂട്ട് നിൽക്കുമായിരുന്നു. ഞാനൊക്കെ പോസ്റ്റ് അടിച്ച് വേറെ സ്ഥലത്തൊന്നും എന്ത് ചെയ്യാനാ. ഞാനോർത്ത് 2 മിനിറ്റെങ്കിൽ 1 മിനിറ്റ് ചുമ്മാ ഇന്ന് 2-3 വീഡിയോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞ് നിൽക്കുമായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് നടന്നില്ല. എന്ത് ചെയ്യാനാണ്. ഞാൻ ജയിച്ചൊക്കെ ആ പെണ്ണ് പറഞ്ഞ് ഓടി നടക്കുമായിരുന്നു. എവിടെ ഹണി പോകും പണി നോക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞില്ല, ആ ഒരു ഇതുകൊണ്ട് ഞാൻ പറഞ്ഞ. പക്ഷേ എന്നാലും 2-3 സീനൊക്കെ ഇട്ടിരുന്നെങ്കിൽ പൊളിക്കായിരുന്നു. എന്നാലും കണ്ടു കേട്ടോ. ഞാൻ ഹണി റോസിനെ ആദ്യമായിട്ട് കാണണം. കളിയ കണ്ണൊക്കെ തള്ളി, ഒരു രക്ഷയില്ല. സംഭവം കിടുവാണ് കേട്ടോ. ഹണി സൂപ്പർ ഹോട്ട് ആൻഡ് സെക്സിയാണ്. പൊളി എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയാണ്. പാവക്കുട്ടിയെ പോലെ ഇരിക്കുന്നു നേരിട്ട് കണ്ടിട്ട്. മേക്കപ്പ് ആയിരിക്കും, എന്നാലും നല്ലൊരു ഒക്കെ കളറുണ്ട്. ഞാൻ പറഞ്ഞു നല്ലൊരു ഡോളിനെ പോലെ ഇരിക്കുന്നു. ഓ മാൻ, ശരിക്കും സൂപ്പറായിരുന്നു. ഒരു സെൽഫി എടുക്കാന്ന് ഓർത്തിട്ട് അതിന് കിട്ടിയില്ലെന്നേ. എന്നെയൊക്കെ തള്ളി ഇട്ടുകൊണ്ട് പോകുമായിരുന്നു ആൾക്കാർക്ക്. അത്രയ്ക്ക് ക്രൗഡായിരുന്നു. എന്ത് ചെയ്യാനാ. നോക്കട്ടെ, ഫ്യൂച്ചറിൽ ഞാനൊരു സെലിബ്രിറ്റിയോ നോക്കിയോ അപ്പം എടുക്കും. ഉറപ്പാ ഗൈസ്, ഉറപ്പാ.
ഗായ്സ് ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞേട്ടാ ഇനി നേരെ വീട്ടിലോട്ട് പോവാം. വീട്ടിൽ പോയി എഡിറ്റ് ചെയ്യണം. എഡിറ്റ് ചെയ്ത് എപ്പോൾ തീരുമെന്ന് അറിയാൻ പറ്റില്ല. എന്തായാലും മിക്കവാറും ഇന്ന് തന്നെ രാത്രി ഇടുമായിരിക്കും. നോക്കട്ടെ. ജെയ്സ്മോനാണ് ഇപ്പോൾ വീഡിയോ എടുക്കുക. അവന് ക്രെഡിറ്റ് കൊടുക്കണം. പാവപ്പെട്ടവൻ കുറേ ആൾക്കാരുടെ ഇടയിരുന്നൊക്കെ ഉന്തും തള്ളൊക്കെ വാങ്ങി കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ കൂടുതൽ ഞാനാണ് എടുത്തത്. ഓൾ ക്രെഡിറ്റ്സ് ഗോസ് ടു മീ. ഓൾമോസ്റ്റ് ഓൾ ദ ക്രെഡിറ്റ്. പിന്നെ ചെറുക്കനാണ് ഇപ്പോൾ വീഡിയോ. അപ്പോൾ നമുക്ക് പോയേക്കാം. സോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ ചെറിയ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ പ്ലീസ് ഗൈസ് പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യണം. പിന്നെ കുറേ ആൾക്കാർ അവിടെ നിന്ന് തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. കാണിച്ചു വിടണം. എല്ലാത്തിനെയും കാണിക്കും. ഗൈസ് എന്നെ വട്ടത്തിരുന്ന് എല്ലാവരും ചിരിച്ചോണ്ടിരിക്കുക. എന്നാലും നമ്മുടെ മൈൻഡ് കണ്ടില്ലേ? ദാറ്റ്സ് മീ സഞ്ജു ടെക്കി ബ്രോ. അപ്പോൾ ഗൈസ് പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ സൈഡിൽ ഒരു ബെല്ലൈക്കൺ ഉണ്ട്. അതുകൂടെ നൈസായിട്ടൊന്ന് അടിച്ചു പിടിക്കണം. എന്തെങ്കിലും കൊണ്ട് അടിച്ചു പിടിച്ചു എന്നാൽ മാത്രം നെക്സ്റ്റ് ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കും. ഓക്കെ. So guys, keep supporting. It's me Sanju and bye bye baby.